ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്ത് കാലത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ആണ്. പക്ഷേ സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി വൈകിപ്പോയി. കണ്ടേ, നമ്മുടെ കയ്യിലിരിക്കുന്ന കോഴിമുട്ടയാണ്. ഇതുപോലത്തെ കോഴിമുട്ടയുടെ തൊണ്ട് വെച്ചിട്ടുള്ള 2 കുഞ്ഞ് ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കോഴിമുട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ടയിൽ ആദ്യം ചെയ്യാനുള്ളത് നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യം റൗണ്ടിൽ നമുക്കൊന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ടേപ്പ് ഒന്ന് വട്ടം ചുറ്റി ഒട്ടിച്ചു. കണ്ടോ, ഇപ്പം നമുക്ക് ഇത് കൃത്യമായിട്ടൊന്ന് റൗണ്ട് മാർക്ക് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ വളഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ വരയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടേപ്പ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ മുട്ട. അപ്പോൾ നമ്മളിപ്പോൾ സാധാ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ബ്ലേഡ് വെച്ച് മുറിക്കാൻ നോക്കിയിട്ട് മുറിയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് മുറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് മുറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ചെയ്യാണ്. അതായത് നമ്മുടെ ആ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ബ്ലേഡിൻ്റെ വായ നമ്മൾ ചിളക്കി ഹാക്സോ ബ്ലേഡ് പോലെ ആക്കുകയാണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് മുറിച്ച് നോക്കാം, മുറിയൊന്ന് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇത് ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചൂടെ എന്നുള്ളത്. പക്ഷേ ഹാക്സോ ബ്ലേഡ് വെച്ച് ഞാൻ മുറിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മുറിഞ്ഞ് കിട്ടിയില്ല, അതായത് ചെതറി പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി. നമുക്ക് മുട്ട കൃത്യം നടുഭാഗമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കണ്ടോ, 2 തൊണ്ട് നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ആ മുട്ട മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ഫുൾ മുട്ടയായിട്ട് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ അടിവശം നമ്മൾ ഇതുപോലെ തട്ടിക്കളഞ്ഞ് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മുട്ടയുടെ ഉള്ളിലത്തെ വെള്ളയും മഞ്ഞയൊക്കെ മാറ്റാം. ഇതിപ്പോൾ നമുക്ക് താറാമുട്ട, കോഴിമുട്ട, ഏത് മുട്ടയിലും യൂസ് ചെയ്യാം. താറാമുട്ടയാണെങ്കിൽ തൊണ്ടിന് കൂടുതൽ ബലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ താറാമുട്ട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ബലത്തിലിരുന്നോളും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ കഴുകിയെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നമ്മളിപ്പോൾ ഗോൾഡൻ കളർ പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. സ്പ്രേ പെയിൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് ഗോൾഡൻ കളറായാലും ചെയ്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഇരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫുൾ മുട്ടയും അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ച മുട്ടയുടെ മുട്ടത്തോടും നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഗ്ലിറ്ററുള്ള പശയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ സ്റ്റേഷനറി കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇതിപ്പോൾ ഞാൻ 2 കളറ് ഫുൾ മുട്ട ഗോൾഡൻ കളറ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 2 കളർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച പീസ്, അതായത് 2 പീസായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനും നമ്മളിപ്പോൾ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ അറിയുന്നവർക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കധികം അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ബ്ലൂ കളറായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് ഉണങ്ങി വരുമ്പോൾ ഗ്രീൻ ആവും. കണ്ടോ, ഇതുപോലെ ഗ്രീൻ കളറാവും. അതപ്പോൾ ആ പശയുടെ ഒപ്പം ഇരുന്നുകൊണ്ട് നമുക്ക് ബ്ലൂ ആയിട്ട് തോന്നിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു തെർമോക്കോളിൻ്റെ പീസിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ റൗണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് ബ്ലേഡ് വെച്ചിട്ട് മുറിക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു കറുത്ത കളർ തുണി നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഫെവിക്കോൾ ഇതിൻ്റെ മുകളിൽ തേച്ച് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഞാനൊരു കറുത്ത തുണിയുടെ കഷ്ണം ഈ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഒട്ടിച്ചു. പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മൾ ഒട്ടിക്കഴിയുമ്പോൾ നമ്മൾ മുട്ടത്തോടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ തെർമോക്കോളിൻ്റെ പീസിൽ നമ്മൾ തുണി ഒട്ടിച്ചായിരുന്നു, അത് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെ കൃത്യം ഭംഗി കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ മാലമുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പേൾ ബീറ്റ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഇത്തിരി ബെറ്റർ. ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ മാലയുടെ മുത്ത് എടുത്തിരിക്കുന്നത്. ഈ മുത്ത് നമ്മൾ നടുക്ക് ഒട്ടിച്ച് വയ്ക്കുക. അതായത് നമ്മുടെ ഒരു ചിപ്പി, അതായത് ചിപ്പിയുടെ ഉള്ളിൽ മുത്തിരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നടുക്കായിട്ട് നമ്മുടെ മുത്ത് ഒട്ടിച്ച് വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മുട്ടത്തോടിൻ്റെ മറ്റേ പോർഷൻ, അതായത് ടോപ്പ് പോർഷൻ, നമ്മളിതുപോലെ ചരിച്ചൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് വെച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിരി പവർ കൂടിയ പശയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഈ മുട്ട നമുക്ക്, അതായത് മുട്ടത്തോട് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ പൂവൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഗോൾഡൻ കളർ കമ്പിയാണ് എടുത്തിരിക്കുന്നത്.
അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു സൈഡ് കണ്ടോ ഇതുപോലെ ഒരു പ്ലെയർ വെച്ചിട്ട് വളച്ചു. ഇപ്പോൾ പ്ലെയറിലെ നമുക്ക് കൈ കൊണ്ടതിന് വളയ്ക്കാൻ പറ്റും, ഇത്തിരി പണി എടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ആദ്യം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. കണ്ടു, ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ വളച്ചു. ഇനി ഒരു സൈഡ് മാത്രം നമുക്ക് കൈ കൊണ്ട് ഒന്നുകൂടെ ബെൻഡ് ചെയ്ത് കൂടുതലായിട്ട് നമ്മൾ വളച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഒരു 3 എണ്ണം നമുക്ക് ഒരു സ്റ്റാൻഡിന് വേണം. ഇനി ഈ 3 പീസ് നമുക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട് നമുക്കൊരു റിങ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പി എടുത്തിട്ട് അത് നമ്മൾ റൗണ്ട് ആയിട്ടുള്ള ഒരു ബാറ്ററിയിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെപ്പിൻ്റെ അടപ്പെല്ലാം നമ്മൾ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കണ്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയാം എക്സസ് പോർഷൻസ് ഒക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് കയറ്റി വെച്ചിട്ട് ഇതേപോലെ ഗ്ലൂ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഒട്ടുന്ന പശകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ 3 എണ്ണമാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗ്യാപ്പ് നോക്കി ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ട, 3ാമത്തെയും കൂടി നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് സെറ്റായി. ഇതേപോലത്തെ 3 സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മുട്ടത്തോട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതിൽ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ 2 മുട്ടത്തോട് തുറന്നിട്ടില്ല, ഒരെണ്ണം തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചിപ്പ് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ ബണ്ണിയാണ്. അതായത് നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ട് ഒരു മുയൽ കുഞ്ഞിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴിമുട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ അറ്റം തട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞക്കരും വെള്ളക്കരും ഒക്കെ നമുക്ക് പുറത്തെടുത്ത് കളയണം. ഇത് ക്ലീനിങ് ആണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് കുലുക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ആ വെള്ളക്കരുവിൻ്റെ ഭാഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം ഉണങ്ങി കഴിയുമ്പോൾ ഇത് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ലൈറ്റ് കളറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പിങ്ക് കളറാണ് ചെയ്യുന്നത്. ആ പിങ്ക് ഒന്ന് ലൈറ്റ് ആക്കാനായിട്ട് നമ്മൾ അതിലേക്ക് വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ കളർ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് കളറാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ മുട്ടത്തോടിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കയ്യുമൊക്കെ ആവാതെ ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കയ്യുമൊക്കെ ആക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ മുയൽ കുഞ്ഞിൻ്റെ വയർ ഭാഗം നമ്മൾ വരച്ചെടുക്കുകയാണ്. ഏകദേശം ഈ ഒരു പോർഷനിലാണ് മുയൽ കുഞ്ഞിൻ്റെ വയർ വരുന്നത്. വയറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മൂക്ക് വരച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ പിഗ്നോസ് ആണ് നമ്മൾ വെക്കുന്നത്. അതായത് നമ്മുടെ പന്നിക്കുട്ടിയുടെയൊക്കെ ഒരു ടൈപ്പ് മൂക്കാണ് നമ്മൾ വെക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കണ്ണ് വരയ്ക്കുകയാണ്. അപ്പോൾ നല്ല പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്കെച്ച് വെച്ചിട്ട് വരച്ചാലും മതി. ഇനി നമുക്ക് ഇവന് കുറച്ച് മീശയൊക്കെ വരച്ചു കൊടുക്കാം. നമ്മുടെ മുയൽ കുഞ്ഞിന് മീശ വരച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കോട്ടിൽ ഈ വൈറ്റ് തെളിഞ്ഞ് വരണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ കോട്ട് ഒന്ന് മീശയൊക്കെ വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത കോട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീശ വരച്ചു. ഇനി ഇത് മെയിനായിട്ട് നമുക്ക് ഒരു മുയൽ കുഞ്ഞായിട്ട് തോന്നണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അതിൻ്റെ ചെവി. നല്ല നീണ്ട് തുടുത്ത ചെവി. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പറിൽ ആദ്യം വരച്ചെടുക്കുക. ഓക്കെ, ആ വരച്ച പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൽ നമ്മൾ ഫസ്റ്റ് പിങ്ക് കളർ ഒന്ന് ജസ്റ്റ് പെയിൻറ് ചെയ്തായിരുന്നു. അതിന് ശേഷം അതിൽ നമ്മൾ വൈറ്റ് കളർ നടുക്കായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കണ്ടു, നമ്മുടെ മുയൽ കുഞ്ഞിനുള്ള 2 ചെവി നമ്മൾ ഉണ്ടാക്കി. ഇനിയിപ്പോൾ അത് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, പെട്ടെന്ന് ഒട്ടിക്കിട്ട് നമ്മൾ ക്യുപ്ലക്സോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ വെറുതെ വെച്ച് ഒന്ന് പശ അപ്ലൈ ചെയ്താൽ തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതുപോലെ നമ്മുടെ ബാക്കി കളറുകൾ, അതായത് ഗ്രീൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ റോസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്ലൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 4 കളറെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ചെവി ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സർഫസിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കാലുണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്.
അപ്പോൾ അത് പെട്ടെന്ന് പൊളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാലിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് വരച്ചു, അതിലേക്ക് നമ്മുടെ മൊയിലന്മാരെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കൽ ഒഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ മൊയിലിൻ്റെ ബോഡി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് തണുത്തു പോകും. അപ്പോൾ നമ്മളത് തണുത്ത് കഴിഞ്ഞ് സെറ്റ് ആവുന്നത് വരെ പെട്ടെന്ന് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഓയിൽ അടിയിൽ വെച്ച് കാരണം നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മൊയിൽ കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ടും അവിടെ നിന്ന് അടത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഇവരുടെ കളറിനനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മൾ റോസ് ആണെങ്കിൽ റോസ്, അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, നമ്മൾ എടുത്ത ആ കളറുകൾ തന്നെ ഇവരുടെ കാലുകൾക്ക് നമ്മൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നീലയുടെ ചെയ്തു. ഇപ്പോൾ അവസാനത്തെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ മൊയിൽ കുഞ്ഞന്മാരുടെയും പണി കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കോഴിമുട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കോഴിമുട്ട വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ കോഴിമുട്ടത്തുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവും, ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് പെയിൻറ്റ് അത്രേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ ഇതൊരു M4Tech യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.